അപ്പോൾ നമുക്കിന്ന് ഈ കപ്പേനെ എല്ലും കപ്പയും കൂടെ കപ്പ ബിരിയാണി ശരിയാക്കാം കേട്ടോ. പിന്നെ നമുക്ക് തൊണ്ട് പൊളിച്ച് കുത്തി നുറുക്കി കഴുകി വാരി വെള്ളം ഒഴിച്ച് ഇവിടെ ഇട്ടിട്ട് ഞാൻ പോകും. പിന്നെ വൈകിട്ട് വന്നാണേ അതിൻ്റെ ബാലൻസ് പണി നോക്കുള്ളൂ. അതോടൊപ്പം തന്നെ എല്ലും നമുക്ക് വേവിച്ച് വെച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ വൈകിട്ട് പിള്ളേർ വരുമ്പോഴത്തേനും ചൂടോടെ തന്നെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വൈകിട്ടാണ് പ്രിപ്പറേഷൻ നടത്തുന്നത്. ഇപ്പം അതിൻ്റെ തുടക്കം മാത്രം ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് തൊണ്ട് പൊളിച്ച് ഒന്ന് കൊത്തി നുറുക്കി കഴുകി വാരി എടുക്കട്ടെ. അപ്പോൾ കപ്പ തൊണ്ട് പൊളിച്ചു ഇതേ കഷ്ണങ്ങളാക്കി കേട്ടോ. അത് കയ്യിൽ ഒതുങ്ങുകയായിരുന്നു കേട്ടോ, ഭയങ്കര മുഴുപ്പല്ലേ. അതുകൊണ്ട് കഷ്ണങ്ങളാക്കി കഴുകി വെച്ചു കേട്ടോ. എന്നിട്ട് ഇത് ഇതുപോലെ കൊത്തി നുറുക്കിയിടും. ചെറുതായിട്ട് വേരും നാരും മുട്ടിയും എല്ലാം എടുത്ത് കളഞ്ഞ് പിന്നെ കൊത്തി നുറുക്കി വെള്ളം ഒഴിച്ച് വെള്ളത്തിലിടും കേട്ടോ. ഇതെല്ലാം ഈ വളമിട്ട് രാസവളമിട്ട് ഉണ്ടാക്കിയ കപ്പ, അതിന് എത്ര മുഴുപ്പും പിന്നെ രുചിയൊന്നുമില്ല കേട്ടോ, രുചി കുറവാണ് ഈ കപ്പയ്ക്ക്. കണ്ടമാനം ഈ കപ്പയ്ക്ക് വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടേ ആൾക്കാർ രാസവളം കണ്ടമാനം വാരിയും കോരിയും ഇട്ട് വിൽപ്പനയ്ക്കുള്ളതല്ലേ. ഒരു കപ്പ എടുത്ത് വെച്ചാൽ 10 കിലോ കാണണം. ആ രീതിയിലുള്ള വിളവിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കപ്പ. അത് കണ്ടാലും അറിയാം, കഴിച്ചാലും അറിയാം. പക്ഷേ എന്നാ ചെയ്യുന്നത്, കപ്പയ്ക്ക് കപ്പ തന്നെ വേണമല്ലോ. അത് തിന്ന് ശീലിച്ചവർക്ക് അത് വേണം, അത്യാവശ്യമാണ്. അതുകൊണ്ട് വല്ലപ്പോഴും എങ്കിലും എത്ര ഷുഗറാണ്, പ്രഷറാണോ, കൊളസ്ട്രോളാണ് എന്നൊക്കെ പറഞ്ഞാലും ഒരല്പം കപ്പ വേവിച്ചതും ഇച്ചിരി മീൻകറിയും അല്ലെങ്കിൽ ഇച്ചിരി ഇറച്ചിക്കറിയൊക്കെ തിന്നണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. തിന്നാലും മരിക്കും, തിന്നില്ലേലും മരിക്കും. എന്നാൽ പിന്നെ ശരം കഴിച്ചുകൂടെ എന്നാണ് ആൾക്കാരുടെ ചോദ്യം. അങ്ങനെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിങ്ങനെ നുറുക്കി വെള്ളം ഒഴിച്ചിടാം കേട്ടോ. അപ്പോൾ കപ്പ കുത്തി നുറുക്കുന്നതിനും ഇടയ്ക്ക് ഒരു ഇൻട്രോയും കൂടെ പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. പുറത്തുനിന്ന് നല്ല വെയിലുണ്ട്, മഴയ്ക്ക് വേണ്ടിയിട്ടാട്ടോ. ഒത്തിരി നല്ല മഴ പെയ്യാനുള്ള എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. നല്ല ചൂടാണ്, നല്ല ചൂടുമുണ്ട്. ഒരു സൈഡിൽ നല്ല മഴക്കാറും കാണുന്നുണ്ടേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശരിക്ക് ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പോയാൽ പിന്നെ വൈകുന്നേരം വരുമ്പോൾ അധികം ജോലിയും പണിയൊന്നും ഇല്ലല്ലോ. എല്ലാം കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ധൃതി പിടിച്ചുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക്, നമ്മുടെ പാറു ആൻഡ് അമ്മായി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ന് ഉണ്ടാക്കുന്ന ഈ ഭക്ഷണം, അതായത് ഈ കുക്കിംഗ് വീഡിയോ, അപ്പോൾ നമ്മളിന്ന് ഈ ഉണ്ടാക്കുന്ന ഈ കുക്ക് ചെയ്യുന്ന ഈ വീഡിയോ ഉണ്ടല്ലോ, എല്ലും കപ്പയും കൂടെ ഉണ്ടാക്കുന്ന ഈ കപ്പ ബിരിയാണി. കയ്യിൽ നോക്കിയില്ലെങ്കിലേ ഒരു കൊത്തു കൊണ്ടുപോകും കൈക്ക്, മുറിഞ്ഞൊന്നുമില്ല കേട്ടോ. എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാ രീതിയിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസ് ഇങ്ങനെ യാദൃശ്യമായിട്ടൊക്കെയാണ് ഇടുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയല്ല, കഴിഞ്ഞ വെള്ളിയാഴ്ച എന്നാണ് 4-ാം തീയതി ആയിരുന്നു തോന്നുന്നു, ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയായിരുന്നു. ഒന്ന് എറണാകുളം വരെ ഒരു വല്ലാർപാടം പള്ളിയിൽ പോയതാണ്. അപ്പോൾ പോയ വഴിക്ക് 1-2 വേറെ പള്ളികളിലൊക്കെ കയറി വല്ലാർപാടത്ത് ചെന്നു. അവിടെ ചെന്നൊരു നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഞാൻ അന്നൊരു ചെറിയൊരു വ്ളോഗ്, ഒരു ട്രാവൽ വ്ളോഗ്, അതായത് നമ്മൾ യാത്ര ചെയ്യുന്നതും പള്ളിയിൽ ചെന്നതും പള്ളിയിലുള്ള നേർച്ചകളൊക്കെ കഴിക്കുന്നതൊക്കെ ചെറിയ ചെറിയ ഒരു വീഡിയോസ് എടുത്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഈ പള്ളിയിൽ പോയതും ഒക്കെ, ആ പള്ളിയൊക്കെ കണ്ടിട്ടില്ലാത്തവർക്കൊക്കെ ഒന്ന് കാണാൻ പറ്റും കേട്ടോ. ഒരു തീർത്ഥാടന കേന്ദ്രമാണ്, നല്ലൊരു കാഴ്ചയാണ്, നല്ലൊരു അനുഭവമാണ് അവിടെ ചെന്ന് കണ്ടാൽ. നിത്യസഹായ മാതാവിൻ്റെ പള്ളിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ഒന്ന് പോയൊക്കെ കണ്ടു. പോയതും വന്നതുമൊക്കെ കുറേശ്ശെ ഒക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അതൊന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനിയിപ്പം വിഷുവിൻ്റെ അന്നും 1-2 സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോകണം എന്ന് ആലോചിച്ച് പ്ലാൻ ചെയ്തൊക്കെ ഇരിപ്പുണ്ട്. നടക്കുവാണെങ്കിൽ പോവും. അതായത് എൻ്റെ കൊച്ചുമോള് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് വിഷുവിന്. അഥവാ വരുവാണെങ്കിൽ അന്ന് പോകും, ഇല്ലെങ്കിൽ ഈസ്റ്ററിനാണ് വരുന്നതെങ്കിൽ അപ്പോൾ ഈസ്റ്ററിന് പോകും. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചായിരിക്കണേ. അപ്പോഴൊക്കെ ചെറിയ ചെറിയ ട്രാവൽ വ്ളോഗുകളൊക്കെ ഇടും. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ റെഡിയാക്കുന്ന ഓരോ കൂട്ടം ചെയ്യുന്നതായിട്ടുള്ള വീഡിയോകളൊക്കെ എടുക്കാം, കാണിച്ചു തരാവേ. ഇതുകൊണ്ട് അപ്പോൾ കപ്പ കൊത്തി നുറുക്കി, നമ്മുടെ ഇവിടെ കൊത്തി നുറുക്കണം എന്നാട്ടോ പറയുന്നത്. ചിലർ
കൊത്തിച്ചെനക്കി എന്ന് പറയും, ചിലർ ചെനക്കി എടുത്തെന്ന് പറയും. പല നാട്ടിൽ പല ഭാഷയാണ്. നമ്മളിവിടെ സാധാരണ കപ്പ തൊണ്ട് പൊളിച്ച് കുത്തി നുറുക്കി കഴുകി വാരി അടുപ്പ് വെച്ചു, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതാണ് നമ്മുടെ ഈ നാട്ടിലെ ഒരു ഭാഷ കേട്ടോ. കപ്പയെന്ന് മാത്രമേ പറയുള്ളൂ. ചീനിന്നോ കൊള്ളിന്നോ അല്ലെങ്കിൽ വേറെ ഒരു വാക്കുകളും ഈ നാട്ടിൽ ഉപയോഗിക്കാറില്ല. പക്ഷേ പലയിടത്തും പല ഭാഷ പറയുന്നത് നമുക്ക് കേട്ടാൽ മനസ്സിലാവും. നമ്മളിങ്ങനെ ഈ ചാനലിലൊക്കെ കാണുന്നുണ്ടല്ലോ, കണ്ണൂർ പറയുന്നതും പാലക്കാട് പറയുന്നതും ഒക്കെ കേൾക്കുന്നുണ്ട്. പാലക്കാടുകാർ പറയുന്നത് പൂള എന്നാണ് പറയുന്നത്. അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തോ പോലെ തോന്നും. നമ്മളത് ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു വാക്കായതുകൊണ്ടേ. പക്ഷേ അതും കപ്പയാണ്. പക്ഷേ അങ്ങനെയുള്ള ഈ സംഭവം നമ്മളിതേണ്ട കഴുകി വാരി വെള്ളം ഒഴിച്ചിടാൻ പോവുക കേട്ടോ. അത് കഴിഞ്ഞ് വൈകിട്ട് ബാക്കി പണി. അപ്പം നമുക്ക് എല്ലും കപ്പയും കൂടെ ഒഴിക്കാൻ നല്ല മുഴനെഞ്ചാട്ടോ. നല്ല വാരിയെല്ലും മുഴനെഞ്ചും കൂടെ കൂടിയിട്ടുള്ള ഭാഗം മേടിച്ചുകൊണ്ട് വന്ന് കട്ട് ചെയ്ത് കഴുകി വാരി വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെച്ചേക്കുവാണേ. അപ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇങ്ങനെ അടർത്തി എടുത്തിട്ട് തൊലി പൊളിച്ചില്ല, നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇഞ്ചി ചിരണ്ടിയതും കൂടി കല്ല് വെച്ച് ഇടിച്ചു. അത് ഇടിച്ചത്. പിന്നെ ഇത് ചുവന്നുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇടുന്നില്ല കാരണം നന്നായിട്ട് കുരുമുളക് ചേർക്കുന്നുണ്ട്, മുളക് പൊടിയുണ്ട്, പിന്നെ മീറ്റ് മസാലയുണ്ട്. എല്ലാം കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകിൻ്റെ ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം എരിവ് അവിടെ തന്നെ കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് റെഡിയാക്കാൻ നോക്കാവേ. ഇതാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട സാധനം. മുഴനെഞ്ചെന്ന് പറയും. വാരിയെല്ലും രണ്ടും കൂടെ കൂടിയ ഭാഗമാണ്. ഇതിനകത്ത് ഇറച്ചിയുണ്ട്, നെയ്യുണ്ട്, എല്ലുണ്ട്, എല്ലാ കൂട്ടവും ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിതങ്ങ് തുടങ്ങിയാലോ. അപ്പം അതുകൊണ്ടോ പിന്നെ ഉള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട്, പിന്നെ ചതച്ച വെളുത്തുള്ളി ഇഞ്ചി ഇട്ട്, പിന്നെ വെള്ളുള്ളി കറിവേപ്പില ഇത്ര സാധനം ഇട്ട് എണ്ണയ്ക്കകത്ത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് മീറ്റ് മസാല കൂടി ഇട്ട് വഴറ്റിയിട്ട് നമുക്ക് ഇറച്ചി കൊണ്ടുവന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വരണം. ഇറച്ചി, അതായത് എല്ലു ഇറച്ചിയും കൂടെ കൂടി ഇത് കഴുകി വാരി വെച്ചേക്കുന്നതാണ്. ഇതിനകത്ത് നമ്മൾ ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും പൊടികളിട്ടു. ഇത് ഇനി നന്നായിട്ടൊന്ന് തിരുമ്മി കൂട്ടിയിട്ട് നമുക്ക് ഉള്ളിയുടെ കൂടെ ഇട്ട് വഴറ്റാം. അപ്പോൾ അത്യാവശ്യം എല്ലാ മസാലകളും ഇട്ട് തിരുമ്മി ഉപ്പും ഇട്ട് തിരുമ്മി വെച്ചേക്കാം കേട്ടോ. ഇനി നമുക്ക് ഉള്ളിയുടെ കൂടെയിട്ട് ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെയിട്ട് നമ്മൾ കൊണ്ടുവന്ന് ആ ഇറച്ചി കൊണ്ടുവന്ന് ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് നല്ല ഭംഗിയായിട്ട് വേവിച്ചെടുക്കാം. ഇനി അടയ്ക്കാതിരിക്കും. അപ്പം നമ്മൾ ഇറച്ചിയെല്ലാം തിരുമ്മി ഉള്ളിയുടെ കൂടെ ഇട്ട് വഴറ്റിയിട്ടോ, നന്നായിട്ട് വഴറ്റി ശരിക്കും ഇറച്ചിയും അരപ്പും പൊടികളും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷമാണ് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് തിള കയറി നമുക്ക് മൂടി വെക്കാം കേട്ടോ. അല്പം പോലും ആവി പുറത്ത് പോകാതിരിക്കാനാണ് ഞാൻ ഈ ബേസം കൊണ്ട് പോകുന്നത്. പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും, മീൻഡാലിയത്തിൻ്റെ ഉള്ളി ആയതുകൊണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പേ കൊണ്ടുവന്ന് കപ്പയും വെച്ചു. കപ്പയും ഒപ്പം വെന്ത് വരണമല്ലോ. അതുകൊണ്ട് കപ്പ കഴുകി വാരി നെരുക്ക വെള്ളം ഒഴിച്ചു. നന്നായിട്ട് തിളച്ച് കട്ടൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും കൂടെ ഇതുപോലെ വെള്ളം ഒഴിച്ച് വേണം കപ്പ തിളപ്പിക്കാൻ. അങ്ങനെ തിളപ്പിച്ച് ഊറ്റി കളഞ്ഞിട്ട് വേണം നമുക്ക് അരപ്പൊക്കെ ഉണ്ടാക്കി എല്ലിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ കപ്പ എവിടെ ഇരുന്ന് വേവട്ടെ, എല്ലപ്പുറം ഇരുന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലെല്ലാം ശരിക്കും വെന്തിട്ടുണ്ട് കേട്ടോ. എല്ല് ഇറച്ചി നമ്മുടെ എല്ലല്ല, പോത്തിൻ്റെ എല്ലാം. അപ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടെ കോരി നമ്മൾ മാറ്റിയിട്ടുണ്ട്. അത് മുഴുവനും വേണ്ട, അതുകൊണ്ട് അത്രയും ഉണ്ടാക്കിയ മിച്ചം വരും. അതുകൊണ്ട് നമുക്ക് അതിനകത്തേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. കപ്പ ഇട്ട് ഇനി നമ്മൾ കപ്പയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ തിളച്ചപ്പം ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് മതി. ഇനി ഇത് ഈ എല്ലും കറി ചാറും എല്ലാം കൂടെ കൂടി ഒന്ന് മിക്സായി കഴിയുമ്പോൾ തേങ്ങ വറുത്തതും അല്പം മീറ്റ് മസാല ഇട്ട് തേങ്ങ വറുത്തിട്ട് നമ്മളിതിൻ്റെ മേലെ തൂളും. എന്നിട്ടാണ് ഇത് ഇളക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇളക്കി ചേർക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇരുന്നൊന്ന് ശരിക്കും ആ ചാറെല്ലാം കൂടെ തിളച്ച് വേദ കയറി കപ്പയായിട്ടൊന്ന് മിക്സ് ആവട്ടെ. അതുപോലെ നമുക്ക് നന്നായിട്ട് മൂടി വയ്ക്കാം. ഇങ്ങനെ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്താ കഴിക്കാനായിട്ട് ഞാൻ വിളമ്പി വെച്ചേക്കുവാണേ. ആവശ്യത്തിന് ഉപ്പും എരിവും മസാലകളും കുരുമുളക് പൊടി എല്ലാം ചേർന്ന് നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ
പിള്ളേർക്കെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്, അവരൊക്കെ കഴിക്കട്ടെ. അപ്പം അതിൻ്റെ പണി പൂർത്തിയാക്കി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞ് വീഡിയോ, കുറച്ച് സമയമുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. സവാള മാത്രം ഇട്ടിട്ടുണ്ട് ഈ കൂടെ. ഇത് എല്ലും കപ്പയും കൂടെ വേവിച്ചതാണ്. അപ്പോൾ എല്ലും കപ്പയും കൂടെ വേവിക്കുമ്പോൾ പണ്ടത്തെ കാലത്ത് ഞങ്ങളുടെ ഈ നാട്ടിലൊക്കെ പറയുന്നത് ഏഷ്യാടെന്ന് പറയും, കപ്പയും എല്ലും കൂടെ വേവിക്കുന്നതിന്. ഇപ്പോഴത്തെ കാലത്ത് ഇറച്ചിയും കപ്പയും കൂടെ വേവിച്ച് മിക്സ് ചെയ്തെടുക്കുന്നതിന് കപ്പ ബിരിയാണി എന്ന് പറയും. അപ്പോൾ രണ്ടിനും പേര് വ്യത്യാസമുണ്ട്, ടേസ്റ്റ് വ്യത്യാസമുണ്ട്, ഉണ്ടാക്കുന്നതിനും വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം മറന്നുപോയേ, തേങ്ങ വറുത്തിട്ടപ്പം വീഡിയോ എടുത്തില്ല, കാണിക്കാൻ മറന്നുപോയി. അത് ഇളക്കി കഴിഞ്ഞപ്പോഴാണ് തേങ്ങ ഇട്ടത് കാണിച്ചില്ലല്ലോ എന്ന് ഓർത്തെ. പക്ഷേ തേങ്ങ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്ത് അല്പം മീറ്റ് മസാലയും ചേർത്ത് വറുത്തിട്ട് ഇതിൻ്റെ പുറമേ തൂളിയിട്ട് വേണം ഇത് ഇളക്കിയെടുക്കുക. എന്നാലാണ് ഇതിന് ഏറ്റവും നല്ല രുചി കിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല രുചിക്ക് തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം മാത്രം വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഞങ്ങളെല്ലാവരും കഴിക്കട്ടെ കേട്ടോ. ഞാനല്ല, ബാക്കി എല്ലാവരും.